വഇൻ അറാദ ബിഹി വജ്ഹതു വജ്ഹി എന്ന് പറയുന്ന ആ വജ്ഹ് കൊണ്ട് ഈ നിസ്കരിക്കുന്ന ആള് ഉദ്ദേശിച്ചാൽ വജ്ഹൽ ഖൽബി പ്രത്യക്ഷ മുഖമല്ല അൽബാകുന്ന മുഖമാണ്, അതാണ് ഉദ്ദേശമെങ്കിൽ വഹുവൽ മത്ലൂബു അൽ മുതഅബ്ബദു ബിഹി എത്തരത്തിൽ ഖൽബാകുന്ന ആ മുഖമാണ് നേരിടേണ്ടതും ആരാധിക്കപ്പെടുന്ന സംഗതിയും അത് തന്നെയാണ്, അതാണ് തേടപ്പെടുന്നത്. ഈ മുതഅബ്ബദു ബിഹി ആയിരിക്കുന്ന മത്ലൂബ സംഗതി വജ്ഹുൽ ഖൽബാണ്, അതാണ് ഉദ്ദേശിച്ചെങ്കിൽ ഫകൈഫ യസ്ദുഖു ബിഖൗലിഹി അപ്പൊ അവൻ പറയുന്ന വാക്കിൽ എങ്ങനെയാ സത്യം വരിക? ഖൽബുഹു എത്തരത്തിൽ ഈ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യന്റെ ഖൽബ് മുതറദ്ദിദുൻ ഫി ഔതാരിഹി വഹാജാതിഹി ദുന്യവിയ്യ ദുന്യവിയായിരിക്കുന്ന ആവശ്യങ്ങളും കാര്യങ്ങളിലും ഇടയാട്ടത്തിലാണ് അവൻ. ആ നിലയിൽ അവന്റെ ഖൽബിന്റെ അകത്തളത്തിൽ ഇങ്ങനെ ഒരു സംഗതിയുണ്ട് എന്ന് എങ്ങനെ സാധിക്കാവും? അത് ശരിയാകുമോ? ومتصرف في طلب الحيل في جمع الأحوال والجاه واستكثار الأسباب സമ്പത്തുണ്ടാക്കേണ്ട കാരണങ്ങൾ എന്തൊക്കെ തേടുന്ന വിഷയത്തിലും അത് അധികരിപ്പിക്കുന്ന വിഷയത്തിലും സ്ഥാനമാനങ്ങള് സമ്പത്ത് വാരിക്കൂട്ടുക എന്ന തന്ത്രങ്ങളും എന്നിത്യാദി വിഷയങ്ങളെ അന്വേഷിക്കുന്നതിൽ കൈകാര്യം ചെയ്യുന്നവനുമാണവൻ. ആ നിലയിൽ എങ്ങനെ അവന്റെ ഖൽബിന്റെ അകത്തളത്തിൽ ഈ നിലക്കൊരു സംഗതിയുണ്ട് എന്ന് സാധിക്കാവുക? എത്തരത്തിൽ എല്ലാം കൊണ്ടും ഈ പറയുന്ന ദുന്യവിയായിരിക്കുന്ന സമ്പത്തിലേക്ക് അത് വാരിക്കൂട്ടുക എന്നതിലേക്കാണ് അവൻ തിരിഞ്ഞു നിൽക്കുന്നത്. ആ നിലക്ക് അള്ളാഹുവിലേക്ക് മുന്നിട്ട് എങ്ങനെ സാധിക്കാവും? അപ്പൊ ഹൃദയത്തിന്റെ ഉള്ളിൽ ഖുശൂ ഇല്ലാത്തവന് എങ്ങനെ നടക്കുന്ന ചോദ്യം. വല്ലപ്പോഴും ആകാശഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിലേക്ക് അവന്റെ വജ്രം നേരിടിച്ചാൽ എന്നാ പിന്നെ കുഴപ്പമില്ല. വാദിയിൽ കലിമത്തു ഖബറുൻ അൻ ഹഖീഖത്തി തൗഹീദി ഈ പറയുന്ന തൗഹീദ് ഏത് വജ്ഹതു വജ്ഹില്ലദി ഫതറസ്സമാവാതി വൽ അർള ഹനീഫ എന്ന് പറഞ്ഞ കലിമത്ത് യഥാർത്ഥ തൗഹീദ് എന്താണോ അതിനെ തൊട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ ചർച്ച ചെയ്ത് നോക്കുമ്പോ ഫൽ മുവഹിദ് ഹുവല്ലദി ലാ യറാ ഇല്ലൽ വാഹിദ യഥാർത്ഥ മുവഹിദ് ആരാണെന്ന് ചോദിച്ചാൽ അവൻ അള്ളാഹുവിനല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. എവിടെ നോക്കിയാലും അള്ളയുള്ളൂ കാണുന്നു, മറ്റൊന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്നുമില്ല, ചിന്ത അള്ളയാണ്. വലാ യുവജ്ജിഹു വജ്ഹഹു അവന്റെ ദാത്തിനെ അല്ലെങ്കിൽ അവന്റെ ഖൽബിനെ ആ ഖൽബാവുന്ന മുഖത്തെ അവൻ നേരിടിക്കുന്നില്ല ഇല്ലാ ഇലൈഹി അള്ളാഹുവിലേക്കല്ലാതെ. അതാണ് യഥാർത്ഥ മുവഹിദ്. വഹുവ ഇപ്പറഞ്ഞത് ഇംതിസാലു ഖൗലിഹി തആല അത് അല്ലാഹു തആല പറഞ്ഞൊരു വചനമുണ്ട്, ആ വചനത്തിന് വഴിപ്പെടലാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. എന്താണ് ആ വചനം? ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ശത്രുക്കൾക്ക് ഇനി മറുപടി പറയാനുള്ള അള്ളാഹു എന്നല്ലാതെ മറ്റൊന്ന് പറയാനില്ല. അതാ നബിയോട് പറഞ്ഞു, നബിയെ തങ്ങൾ പറയാ അള്ളയാണ് ഇതൊക്കെ ഉണ്ടാക്കിയതും അള്ളയാണ് അതൊക്കെ ചെയ്തതെന്ന് പറയാം. എന്നിട്ടോ സുമ്മദറുവും പിന്നെ നിങ്ങൾ അവരെ ഉപേക്ഷിക്കണം ഈ ഖൗലിൻ അവരുടെ ബാത്തിലായ കാര്യങ്ങളിൽ യൽഅബൂന അവർ കളിക്കുന്നവരായിട്ടും സഞ്ചരിക്കുന്നവരെ വിട്ടേക്കുക, ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ഈ ഒരു വാക്കിന് അനുസരിക്കലാണ് ഇപ്പൊ നമുക്കിവിടെ മാർഗമുള്ളൂ. നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിലേക്ക് ആക്കാൻ നോക്കുക, അല്ലാത്തൊരു ഓലപ്പാട്ടിന് പോയിക്കോട്ടെ എന്ന് ചുരുക്കം. വലൈസൽ മുറാദു ബിഹി ഇവിടെ നമ്മൾ ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം അൽ ഖൗലു ബിൽ ലിസാനി നാക്കുകൊണ്ട് പറയുക എന്നല്ല. അപ്പൊ നാക്കുകൊണ്ട് പറഞ്ഞു നിർത്തലല്ല ഉദ്ദേശം. കാരണം എന്താ? ഫൈന്നമൽ ലിസാനു നാക്കെന്ന് പറഞ്ഞാല് തർജുമാനു അതെന്താണ്? പരിഭാഷകനാണ്. പരിഭാഷയാകുമ്പോൾ യസ്ദുഖു മറത്തൻ വയക്ദിബു ഉഖ്റ ഒരു ഘട്ടത്തിൽ സത്യം പറയും, മറ്റൊരു ഘട്ടത്തിൽ കളവും പറയും. ഇതാണ് നാക്കിന്റെ സംഭവം. അപ്പൊ നാക്ക് കൊണ്ട് പറയുക എന്നതല്ല, ഖൽബ് കൊണ്ട് നേരിടണം, ഖൽബായിരിക്കണം അവിടെ, അതാണ് വിഷയം. വഇന്നമാ മൗഖിഉ നദിരില്ലാഹി തആല അല്ലാഹു തആലാന്റെ നോട്ടം സംഭവിക്കുക. എങ്ങനത്തെ മൗഖിഅ് ചോദ്യം, എങ്ങനത്തെ നദർ എങ്ങനത്തെ മൗഖിഅ് ചോദിച്ചാൽ അൽ മുതറജ്ജിമി
അൽ മുതറജ്ജിമു അൻഹു. ആ മൗഖിനെ തൊട്ട് ഹെഡിങ് ആക്കിയിട്ട് പറയപ്പെടും എന്ത്? ഹുവൽ ഖൽബു. ആ മുതറജ്ജിമു അൻഹു ഏതാണ്? ഖൽബാണ്. ആ ഖൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. വഹുവ മഅദനു തൗഹീദ് വ മംബഉഹു. തൗഹീദ് വിളഞ്ഞുണ്ടാകുന്നതും അതിന്റെ ഉറവിട കേന്ദ്രവും ഖൽബാണ്. അവിടെ നോക്കും. അപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹയ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ എന്ന് സദാസമയം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങളിലും ഫർദ് നമസ്കാരങ്ങളിലുമൊക്കെ ഈ പറയുന്ന വാക്ക് നാക്കുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ കൽബിന്റെ അകത്തളം എവിടെയാണ് നിൽക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളൊക്കെ യഥാർത്ഥ ഒരു മുവഹിദായി നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് സ്വന്തം ഒരു വിചിന്തനം നടത്തുക എന്നാണ് ഇപ്പൊ ഇതിനെപ്പറ്റി മഹാനവറുകൾ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നു സാരം. ഇനി നാലാമത്തെ പദം അല്ലഖുർ റാബിഉ. നാലാമത്തെ പദം എന്താ അറിയോ? അദ്ദിക്റു വത്തദിക്റു. ഓർക്കുക, ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. അതും അതിന്റെ സ്ഥാനത്തല്ല ഉപയോഗം, അസ്ഥാനത്താണ് എന്നാണല്ലോ. നോക്കുക, വഖദ് ഖാല അല്ലാഹു തആല ദിക്ർ തദിക്ർ. ഇതിനെ പറ്റി അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. വദക്കിർ, നിങ്ങൾ ഓർമ്മപ്പെടുത്തുക, അതായത് ഉറുദി പറഞ്ഞു കൊടുക്കുക. ഫഇന്ന ദിക്റ, നിശ്ചയമായിട്ടും ഈ ഓർമ്മപ്പെടുത്തലും ഉറുദിയൊക്കെ തൻഫഉൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉപകരിക്കുന്നതാണ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ദിക്റും തദിക്റും ഉണ്ടല്ലോ. വഖദ് വറദ ബിസ്സനാഇ അലാ മജാലിസി ദിക്രി. എത്തരത്തിൽ ദിക്റിന്റെ സദസ്സുകളുടെ മേലുള്ള പുകഴ്ത്തലുകളിൽ വന്നിട്ടുണ്ട്. അഖ്ബാറും ഗസീറത്തും, ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം, ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ പറഞ്ഞതുപോലെ. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഇദാ മറർതും ബിറിയാദിൽ ജന്നത്തി ഫർതഉ ഖബല ഖീല വമാ റിയാദുൽ ജന്ന ഖാല മജാലിസുൽ ദിക്ർ എന്നാ പറഞ്ഞത്. എന്താ? ഇദാ മറർതും ബിറിയാദിൽ ജന്ന, സ്വർഗീയ പൂന്തോപ്പിന്റെ അരികിലൂടെ നിങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ ഫർതഉ, ആ സ്വർഗീയ പൂന്തോപ്പിൽ നിന്ന് കയറി നിങ്ങൾ മേയണം എന്നാണ്. ഖീല, അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ വാക്കിന്റെ മധുരവും ആ ഒരു അത്ഭുത വാക്കും കേട്ടപ്പോൾ എന്താണ് ഈ സ്വർഗീയ പൂന്തോപ്പ് ചോദിക്കപ്പെടുകയുണ്ടായി. വമാ റിയാദുൽ ജന്ന, നബി എന്താ ഈ റിയാദുൽ ജന്ന എന്ന് ചോദിക്കുമ്പോൾ ഖാല, അത് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മജാലിസ് ദിക്ർ, ദിക്റിന്റെ സദസ്സുകളാണ്. അപ്പൊ ദിക്ർ നടക്കുന്ന സദസ്സുകളൊക്കെ റിയാദുൽ ജന്നയാണ്. അപ്പൊ ആ റിയാദുൽ ജന്ന സ്വർഗീയ ലോകത്തില്ല പൂന്തോപ്പ് ഇവിടെ ദുനിയാവിലുണ്ട്. അതേതാ? മജാലിസ് ദിക്റാണ്. അപ്പൊ ആ ദിക്റിനെ പറ്റിയുള്ള, ആ സദസ്സിനെ പറ്റിയുള്ള വർണ്ണനയാണ് ഇപ്പൊ ഈ ഹദീസിൽ വന്നത്. ഈ മറ്റൊരു ഹദീസ് കാണാം. ഒബിൽ ഹദീസ്, വേറൊരു ഹദീസ് ഉണ്ട്. ഇന്ന ലില്ലാഹി തആല മലായികത്തൻ സയ്യാഹീന ഇദ്ദുനിയാ സിവാ മലായികത്തിൽ ഖൽഖി ഇദാ റഅൂ മജാലിസ ദിക്ർ യുനാദി ബഅദുഹും ബഅദൻ അലാ ഹലുമ്മു ഇലാ ബഖിയതികും വയഅതൂനഹും വയഅഫൂന ബിഹിം വയസ്തമിഊന അലാ ഫദ്കുറുല്ലാഹ് വദക്കിറൂ അൻഫുസകും എന്ന് ഹദീസിൽ കാണാം. നോക്ക്, നിശ്ചയമായിട്ടും അല്ലാഹു തആല കൊണ്ട് മലായികത്തിന് ഒരു വട്ടം മലായികത്തുകൾ സയ്യാഹീന ഫി ദുനിയ, അവർ ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള മലായികത്തുകളുണ്ട്. ഏത് മലായികത്ത് വെച്ച്? ശിവ മലായികത്തിൽ ഖൽഖി, സൃഷ്ടികൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലായികത്ത് വേറുണ്ട്. അവരെല്ലാവരും കൂടെ ഉണ്ടല്ലോ. അതല്ലാത്ത ഒരുപാട് പ്രത്യേക മലക്കുകൾ അവർ ചുറ്റി സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഈ ദുനിയാവിൽ സഞ്ചരിക്കുമ്പോൾ ഇതാ അവർ കണ്ടാൽ മജാലിസ് ദിക്രി, ദിക്റിന്റെ സദസ്സുകൾ കണ്ടാൽ യുനാദി ബഅദുഹും ബഅദ, ഈ കണ്ട മലായികത്തുകൾ കാണാത്ത മറ്റു മലക്കുകൾ ഇങ്ങനെ വിളിക്കും, പരസ്പരം വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചിട്ട് പറയും, അലാ ഹലുമ്മു, മുന്നിട്ട് വരിക, ഇലാ ബഖിയതികും, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇതാ ഇവിടെ ഉണ്ട്, അവിടേക്ക് വരിക. അങ്ങനെ വയഅതൂനഹും, ഈ വിളിച്ചു പറയുന്ന ഈ മലായികത്തുകൾ എല്ലാവരും ഈ ദിക്ർ ചെല്ലുന്ന ആളുടെ അടുത്തേക്ക് വരുന്നു. വയഹഫൂന ബിഹിം, ഈ ദിക്റിന്റെ സദസ്സിനെ അവർ വലയം ചെയ്യുന്നു. വയസ്തമിഊന, ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റിനെ ഈ മലായികത്തും കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നബി പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, അലാ അറിയണേ, ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലിക്കോളും. വദക്കിറൂ അൻഫുസകും, നിങ്ങളെ സ്വന്തം ശരീരങ്ങളെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിക്കോളൂ. ഈ രണ്ട് ഹദീസിലും ആയത്തിലും മനസ്സിലാകാൻ ദിക്റുണ്ട് തദ്ക്കീറുണ്ട് എന്നല്ലേ.
ഇനി നമുക്കിവിടെ എന്താ ചർച്ച? ഫനഖലദാലിക ഈ പറഞ്ഞ ദിക്ർ തദിക്റിനെ ഉദ്ധരിക്കുന്നു. ഇലാമ ഒന്നിലേക്ക് നീക്കി. എങ്ങനത്തൊന്ന് താങ്കൾക്ക് കാണാം, താങ്കൾ ചിന്തിച്ചു നോക്കൂ, താങ്കൾക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ ഒന്നിലേക്ക് ആര് നീക്കി? സമാൻ ഈ കാലഘട്ടത്തിലുള്ള വയലന്മാർ, അധിക വയലന്മാരും എന്തായി നീക്കം ചെയ്തു. വാലിബൂനാരേഹി ഈ വയലന്മാർ എന്താണോ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്കാണ് ദിക്റും തദിക്റുൻ എന്ന് പറയുന്ന ഈ രണ്ട് പദങ്ങളെ മാറ്റിമറിച്ചത്. അപ്പോൾ അവിടേക്ക് നീക്കി. ഈ വയലന്മാർ മുവാലമത്തായി ചെയ്ത സംഗതി എന്താ? അൽ ഖസസു ചരിത്രങ്ങള്, വൽ അശ്ആറു പാട്ടുകള്, വശത്തു താമാത്തു അതൊക്കെ വിശദീകരണ വാക്കിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് വയലന്മാർക്കുള്ളത്. ഇത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ അവർ ദിക്റും തദിക്റും പറയുന്നത്. യഥാർത്ഥത്തിൽ അതല്ലല്ലോ. അമ്മൽ ഖസസു അപ്പൊ ചരിത്രപരമായി എടുത്തു നോക്കിയാലോ, പയ്യ ബിദ്അത്തുൻ അതൊരു പുത്തനാശയമാണ്. കുറെ കെട്ട് ഖുർആനിക കഥകളല്ലേ ഈ പറഞ്ഞോ, വാറ കഥകൾ. വഖദ് വറദ നഹ്യു സലഫ് അനിൽ ജുലൂസ് ഇല ഖുസ്സാസി ചരിത്രം പറയുന്ന ആളെ കൊള്ള ഇരിക്കരുത് എന്ന് സലഫുസ്സാലികൾ എന്തായി തടഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണാനുണ്ട്. അപ്പൊ എന്താണത്? ചരിത്രത്തിൽ കുറെ കെട്ടുകഥകളും ബാറിലും ഒക്കെ കൊണ്ടുവരും. അപ്പൊ കാലു എന്നിട്ട് അവര് പറയുന്നു, ലം യകുൻ ഫീ ദാലിക ഫീ സമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഫീ സമനി അബീ ബക്കർ വലാ ഉമർ റളിയല്ലാഹു അൻഹുമാ ഈ മഹാന്മാരിലും ഈ രണ്ട് ഖലീഫമാരിലും നബിയുടെ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു ചരിത്രകാരന്മാരായി പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ലഹറത്തിൽ ഫിത്നത്തു വലഹറൽ ഖസ്സാസു ഫിത്ന ഇവിടെ ആകെ പ്രചാരത്തിൽ വന്നു, ഫിത്ന ആകെ വെളിപ്പെട്ട് കഴിഞ്ഞു. അതോടുകൂടെ ചരിത്രകാരന്മാരും വെളിപ്പെട്ടു എന്നല്ലാതെ അതുവരാതൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഹദീസിൽ പറഞ്ഞ ചരിത്രോ അതിൽ ഖുർആനിൽ പറഞ്ഞ ചരിത്രോ അല്ല ഈ ഉദ്ദേശം. അല്ലാത്ത കുറെ കെട്ടുകൾ കേൾക്കുന്നില്ല. ചരിത്രന്മാർ മൗദൂആയതും ബാലൊക്കെ എടുത്ത് പറയുന്നില്ലേ. അങ്ങനെ കുറെ കഥകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരം കഥകളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഇതാണ് വയല്, ഇതാണ് ഖുർആൻ പറഞ്ഞ ദിക്റും തദിക്റൊക്കെ എന്ന് പറയുന്നുണ്ട്. അതല്ലല്ലോ യഥാർത്ഥത്തില്. അപ്പൊ അങ്ങനെയാണ് വിഷയം. ഇനി നമുക്ക് വേറെ പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്.